ഹായ് ഓൾ, അസ്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പാഠം തുടങ്ങുന്നത് തന്നെ ഒരു ഫിഗറിലാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദി ട്രെയിൻ ടു ക്രോസ് ദി ബ്രിഡ്ജ്? അതായത് ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം നമുക്ക് കണക്കാക്കാനാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മേ ബി ഇത് ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചറായിരിക്കാം, ആരാണെന്ന് അറിയില്ല. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് അക്യുറേറ്റ്ലി, ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ ഫ്യൂ തിങ്സ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മോഷൻ. അപ്പോൾ എന്താണ്, അത് നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയും, പക്ഷേ എന്താ വേണ്ടത്, അതിൻ്റെ ചലനത്തെക്കുറിച്ച് കുറച്ച് സവിശേഷമായ കാര്യങ്ങൾ നമുക്ക് എന്താ വേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ മോഷൻ്റെ കുറച്ച് പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ചലനവും ചലനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ആസ്ക്, വാട്ട് ഈസ് മോഷൻ? എന്താണ് മോഷൻ, അല്ലെങ്കിൽ എന്താണ് ചലനം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ചേഞ്ച് ഇൻ ദി പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ് ഇൻ എ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയ ഇടവേളയിൽ അതിൻ്റെ ചുറ്റുപാടുമായി സംബന്ധിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഷൻ എന്ന് പറയുന്നത്, അല്ലെ ചലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തുവിന് ചലനമുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷന് മാറ്റം വരണം, അതായത് അതിൻ്റെ സ്ഥാനത്തിന് മാറ്റം വരണം. ഏതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ടൈമുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അതായത് ടൈം മാറുന്നതിനനുസരിച്ച്, സമയത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷൻ, ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടെങ്കിൽ ആ വസ്തു ഏതിലാണ് എന്ന് പറയാം, മോഷനിലാണ്, അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചിത്രം തന്നിട്ടുണ്ട്. എ, ബി, സി ആൻഡ് ഡി ആർ 4 ഇലക്ട്രിക് പോൾസ് ഇറക്റ്റഡ് ഓൺ ദി സൈഡ് ഓഫ് എ റോഡ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 അഡ്ജസൻറ്റ് പോൾസ് ഈസ് 40 മീറ്റർ. അതായത് ഒരു റോഡിൻ്റെ സൈഡിലായിട്ട് നിരത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നിരന്ന് കാണുന്ന കുറേ ഇലക്ട്രിക് പോസ്റ്റുകളാണ്. ഓക്കെ, ഇലക്ട്രിക് പോസ്റ്റുകൾ ഒന്നിനോടൊന്ന്, അതായത് അടുത്തടുത്ത് വരുന്ന 2 പോസ്റ്റുകൾക്കിടയിലെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 40 മീറ്ററാണ്. ഓക്കെ, എ ചൈൽഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം ദി പോൾ ബി പാസസ് സി ആൻഡ് റീച്ചസ് ഡി. അതായത് ഒരു കുട്ടി ബി എന്ന് പറയുന്ന പോളിൽ നിന്ന് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് നടക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് എന്താണ്, സി കടന്ന് ഡിയിലേക്ക് എത്തുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദ ചൈൽഡ് റിട്ടേൺസ് ഫ്രം ഡി ആൻഡ് റീച്ചസ് ടു ദി പോൾ സി. അതായത് ഡിയിലെത്തി തിരിച്ച് എങ്ങോട്ടേക്ക് വരുന്നു, സി എന്ന് പറയുന്ന പോളിൻ്റെ അടുത്തേക്ക്, സി എന്ന് പറയുന്ന ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ചൈൽഡ്? ആ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? അപ്പോൾ നോക്കാം, ബിയിൽ നിന്നാണ് ആ കുട്ടി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്, അതായത് നടക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു, 40 മീറ്റർ സഞ്ചരിച്ചു. സിയിൽ നിന്ന് ഡിയിലേക്ക് എത്ര സഞ്ചരിച്ചു, 40 + 40 80 മീറ്റർ സഞ്ചരിച്ചു. ദെൻ ഡിയിൽ നിന്ന് തിരിച്ച് സിയിലേക്ക് വന്നപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു, 40 + 40 + 40, അതായത് 120 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. 120 മീറ്റർ ആ കുട്ടി ഇവിടെ ബിയിൽ നിന്ന് ഡിയിലെത്തി തിരിച്ച് സിയിലേക്ക് എത്താൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കറണ്ട് പൊസിഷൻ ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി ചൈൽഡ്? അതായത് ഇപ്പോൾ കുട്ടി നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുട്ടി ആദ്യം ഉണ്ടായ സ്ഥാനം, അതായത് ബിക്കും സിക്കും ഇടയിലുള്ള ദൂരം എത്രയാണ്? 40 മീറ്റർ തന്നെയാണ്, അല്ലേ? അതായത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 40 മീറ്ററാണ്. ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഫ്രം ബി, വിച്ച് ആർ പോസിബിൾ പൊസിഷൻസ് ഓഫ് ദി ചൈൽഡ്? അതായത് കുട്ടി 40 മീറ്റർ സഞ്ചരിക്കുകയാണ് എന്ന് പറയാണ്. ഓക്കെ, അത് ഏത് ദിശയിലേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. സോ ഏതൊക്കെ പൊസിഷനാവാം കുട്ടിയുടേത്? ഈസ്റ്റിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താണ്, ബിയിൽ നിന്ന് ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സിയിലെത്താം. ഓക്കെ, അല്ല ഇനി ബിയിൽ നിന്ന് വെസ്റ്റിലേക്ക്, പടിഞ്ഞാറ് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്, കുട്ടീൻ്റെ പൊസിഷൻ ഏതായിരിക്കാം, എ ആയിരിക്കാം. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി? അതായത് ബി എന്ന പൊസിഷനിൽ നിന്ന് കുട്ടി സിയിലെത്തണമെങ്കിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്, ടുവാർഡ്സ് ഈസ്റ്റ്, അല്ലേ? കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചാലാണ് കുട്ടി എവിടെ എത്തുക, സി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുക. അപ്പോൾ
നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ കാണുന്ന ഫിഗറിൽ കുട്ടിയുടെ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ കുട്ടിയുടെ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് അല്ലേ. ബിയിൽ നിന്ന് കുട്ടി സഞ്ചരിച്ച്, അതായത് അതിൻ്റെ ചലനമൊക്കെ കഴിഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ സി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സി എന്ന പൊസിഷനിലെത്തി. അപ്പോൾ ബിക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ്, ദൂരം, ഓക്കെ, ബിക്കും സിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 40 മീറ്റർ, 40 മീറ്റർ ആണല്ലോ. ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലെത്താൻ, ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലെത്താൻ കുട്ടി കിഴക്ക് ദിശയിൽ, അതായത് ഈസ്റ്റ് ഡയറക്ഷനിൽ 40 മീറ്റർ സഞ്ചരിക്കണം. ഓക്കെ, 40 മീറ്റർ ഈസ്റ്റ് വാർഡ്സ്, അതായത് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചാലാണ് കുട്ടി ഏത് പോയിന്റിലെത്തുക? സി എന്ന് പറയുന്ന പോയിന്റിലെത്തുക അല്ലേ. അപ്പോൾ ഈ 40 മീറ്റർ കിഴക്കോട്ട് എന്നുള്ളതാണ് ബിയിൽ നിന്ന് സിയിലേക്കുള്ള എന്തെന്ന് പറയുന്നത്? കുട്ടിയുടെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിയിൽ നിന്ന്, അതായത് കുട്ടി ആദ്യമുണ്ടായ പൊസിഷനിൽ നിന്ന് ഇപ്പോഴുള്ള പൊസിഷനിലേക്ക്, ഇപ്പോഴുള്ള സ്ഥാനത്തേക്കുള്ള സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 40 മീറ്റർ ഈസ്റ്റ്. ഓക്കെ, 40 മീറ്റർ കിഴക്ക് എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡെഫിനിഷൻ വേണമല്ലോ അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റിന്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദി ഫൈനൽ പൊസിഷൻ ഇൻ എ ഡിഫൈൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം, ഓക്കെ, ഒരു ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ, ഒരു കൃത്യമായ ദിശയിൽ രണ്ട് സ്ഥാനങ്ങൾക്കിടയിൽ, രണ്ട് പോയിന്റുകൾക്കിടയിൽ, അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും, അതായത് ഒരു ആദ്യ സ്ഥാനവും ഒരു അന്ത്യസ്ഥാനവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ, ആ ഒരു വ്യത്യാസത്തെ അല്ലെങ്കിൽ നേർരേഖാ ദൂരത്തിന്, ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി സിമ്പൽ എസ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അത് തന്നെയാണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റും. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് സ്കാലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും, അതായത് അദിശ അളവുകളും സദിശ അളവുകളും അല്ലേ. ഇപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അതായത് അളവ് മാത്രം പ്രതിപാദിക്കുന്ന അളവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടൈം, സമയം, ഇതൊക്കെ സ്കാലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി, രണ്ടാമത്തെ തരമാണെന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറയുന്നത്. എന്താണ്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവിങ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, അതായത് ദിശയും അതേപോലെ തന്നെ അളവും ഉള്ള അളവുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രതിപാദിക്കുമ്പോൾ, അതായത് നമ്മൾ സ്ഥാനാന്തരം പറയുമ്പോൾ എപ്പോഴും ഒരു ദിശയുണ്ടാവും. ഇന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഇന്ന ദിശയിലാണ് എന്ത് മാറ്റം വന്നത്? പൊസിഷനിൽ മാറ്റം വന്നത്, അതായത് സ്ഥാനത്തിൽ മാറ്റം വന്നത് ഇന്ന ദിശയിലാണ് എന്ന് പ്രതിപാദിക്കണം. ഓക്കെ, അത്തരം അളവുകളെ, അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഇൻ വെസ്റ്റ്വാർഡ് ഡയറക്ഷൻ ഫ്രം ബി, ദ കറണ്ട് പൊസിഷൻ ഓഫ് ദി ചൈൽഡ് ഈസ്, അതായത് ഇപ്പോൾ കുട്ടി നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കുട്ടി വെസ്റ്റ് വാർഡ്സ്, പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കുട്ടിയുടെ പൊസിഷൻ എവിടെയാണ്? ഓക്കെ, അപ്പോൾ എവിടെയായിരിക്കും? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് വെസ്റ്റ്, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എത്തുക? 40 മീറ്റർ സഞ്ചരിച്ചാൽ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് എത്തുക. അപ്പോൾ കുട്ടിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? എ എന്ന് പറയുന്ന പൊസിഷനായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണക്കാക്കുമ്പോൾ ഡയറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് കുട്ടിയുള്ളത്. ആ ബി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഈസ്റ്റ് വാർഡ്സ്, കിഴക്കോട്ടുള്ള സഞ്ചാരത്തെ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ടും അതേപോലെ തന്നെ വെസ്റ്റിലോട്ടുള്ള ഡയറക്ഷനെ, അതായത് വെസ്റ്റിലോട്ടുള്ള നടത്തത്തെ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പുറകോട്ടേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടാണ് കണക്കാക്കുക.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ, അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ തന്നെ കണക്കാക്കണം. അല്ലാണ്ട് പ്രോബ്ലത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏത് ദിശയാണ് പോസിറ്റീവ്, ഏത് ദിശയാണ് നെഗറ്റീവ് എന്നുള്ളത് കണക്കാക്കി വെക്കുക. ഓക്കെ, പിന്നീട് അത് മാറ്റാനും പാടില്ല. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഫോർവേഡ് ഡയറക്ഷൻ, അതായത് ഈസ്റ്റിലോട്ടുള്ള ഡയറക്ഷനെ നമുക്ക് പോസിറ്റീവായിട്ടും വെസ്റ്റിലോട്ടുള്ള ഡയറക്ഷനെ, അതായത് പടിഞ്ഞാറോട്ടുള്ള ദിശയെ നമുക്ക് എന്തായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുട്ടി ബിയിൽ നിന്ന് എയിലേക്കാണ് സഞ്ചരിച്ചത്, അതായത് വെസ്റ്റ്വാർഡ് ഡയറക്ഷൻ, പടിഞ്ഞാറ് ദിശയിലാണല്ലേ. ആ പടിഞ്ഞാറ് ദിശയെ നമുക്ക് എന്തെടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും, -40 മീറ്റർ ആയിരിക്കും. അതായത് -40 മീറ്റർ ആയിരിക്കും എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ടേബിൾ 2.1 നോക്കാം. അത് ആ കുട്ടി ട്രാവൽ ചെയ്ത പാത്ത് അനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി ഫ്രം ബി ടു സി, ബിയിൽ നിന്ന് നേരിട്ട് സിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ്, സഞ്ചരിച്ച ദൂരം എത്രയാണ്, സഞ്ചരിച്ച ദൂരം 40 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് +40 ആണ്. ബിയിൽ നിന്ന് സിയിലേക്കാണ് സഞ്ചരിച്ചത്. അപ്പോൾ ബിയിൽ നിന്ന് ഫോർവേഡ് ഡയറക്ഷൻ, ഈസ്റ്റ്വാർഡ് ഡയറക്ഷൻ, കിഴക്കോട്ടാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 40 മീറ്റർ ആയിരിക്കും. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട്സ് ഫ്രം ബി, റീച്ചസ് ഡി ആൻഡ് റിട്ടേൺസ് ടു സി. അതായത് ബിയിൽ നിന്ന് തുടങ്ങി എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു, സിയിലെത്തി, സിയിൽ നിന്ന് എവിടെ എത്തി, ഡിയിലെത്തി, ഡിയിൽ നിന്ന് തിരിച്ച് സിയിലേക്ക് എത്തി. അപ്പോൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം ബി ടു സി ആൻഡ് സി ടു ഡി. ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്ക് 40 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലേക്ക് എത്രയാണ്, 40 മീറ്റർ, ടോട്ടൽ 80 മീറ്റർ ആണ്. 80യിൽ നിന്ന് തിരിച്ച് സിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ 80 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മീറ്റർ ആണ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ പൊസിഷൻ, അതായത് ആദ്യ സ്ഥാനവും ഫൈനൽ പൊസിഷൻ, അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയേ ഉള്ളൂ, 40 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 40 മീറ്റർ ആണ്. ഓക്കെ, ഇനി സ്റ്റാർട്ട്സ് ഫ്രം ബി ആൻഡ് റീച്ചസ് ഡി. ബിയിൽ നിന്ന് ഡിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് കവേർഡ് ഈസ് 80 മീറ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണ്, 80 മീറ്റർ, സെയിം ആണ്. ഓക്കെ, ഇനി ഫ്രം ബി ടു എ, ബിയിൽ നിന്ന് എയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ കണക്കാക്കേണ്ട ആവശ്യമില്ല, ദിശ ആവശ്യമില്ല. അപ്പോൾ എത്ര മീറ്ററാണ് സഞ്ചരിച്ചത്, 40 മീറ്റർ ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ്വാർഡ് ഡയറക്ഷൻ, പടിഞ്ഞാറ് ദിശയിലാണ്. അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കാറ്, നെഗറ്റീവായിട്ടാണ് കണക്കാക്കാറ്. അപ്പോൾ -40 മീറ്റർ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ നോക്കുക. സ്റ്റാർട്ട്സ് ഫ്രം ബി, റീച്ചസ് എ ആൻഡ് റിട്ടേൺസ് ടു ബി. ബിയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് സഞ്ചരിച്ച് തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ വന്നു, ബിയിലേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ബിയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് പോയി 40 മീറ്റർ, എയിൽ നിന്ന് തിരിച്ച് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണ്, 80 മീറ്റർ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ചത് -40 ആണ്. അതേപോലെ എയിൽ നിന്ന് തിരിച്ച് ബിയിലേക്ക് വന്നപ്പോൾ എന്താണ്, +40 ആണ്. അപ്പോൾ -40 + 40 എന്ന് പറയുമ്പോൾ എന്തായി പോവും, ക്യാൻസലായി പോവും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആയിട്ട് മാറും. നമുക്കിപ്പോൾ കഴിഞ്ഞ ഈ ടേബിളിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ദൂരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ്, അളവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ദിശ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് നെഗറ്റീവ് വാല്യൂ ആവാം, പോസിറ്റീവ് വാല്യൂ ആവാം, ഓർ മേ ബി 0 അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പോസിറ്റീവ് സംഖ്യ ആവാം, നെഗറ്റീവ് സംഖ്യ ആവാം, അതുപോലെ തന്നെ എന്തും ആവാം, 0യും ആവാം. ഓക്കെ, അതോടൊപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കിയാൽ കാണാം. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, ഒരുപോലെയാണ്. അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ. അതേപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻ, അതായത് സ്റ്റാർട്ട്സ് ഫ്രം ബി ആൻഡ് റീച്ചസ് ഡി. അതായത് ബിയിൽ തുടങ്ങി ഡിയിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ്, 80 മീറ്റർ ആണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ആ 2 ഘട്ടങ്ങളിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, അവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് പാത്സ് ടേക്കൺ ബൈ എ ചൈൽഡ് ടു മൂവ് ഫ്രം പൊസിഷൻ P to Q ആർ ഡെപ്പിക്റ്റഡ്. അതായത് ഒരു കുട്ടി
കുട്ടി ട്രാവൽ ചെയ്ത 2 പാത്ത്. ഓക്കെ, 2 പാത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിയിൽ നിന്ന് ആർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്താൻ ക്യൂ വഴി, ഓക്കെ, ക്യൂ വഴി സഞ്ചരിച്ചൊരു വഴി, 2 വഴിയാണ് കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഫിഗറിൽ പി ടു ക്യൂ എന്ന് പറയുന്നത് 60 മീറ്റർ, ക്യൂ ടു ആർ എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ദെൻ പി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, 80 മീറ്റർ ആണ്. രണ്ടാമത്തെ ഫിഗറിൽ പി ക്യൂ ആർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്, നേർരേഖയിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫിഗർ 2.2a? വാട്ട് ഈസ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്? അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 + 40, അതായത് എത്ര മീറ്റർ ആണ്, 100 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 80 മീറ്റർ ആണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് പെർ ദി മോഷൻ ഇൻ ഫിഗർ 2.2b? രണ്ടാമത്തെ ഫിഗർ അനുസരിച്ച് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 + 40, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 100 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും എത്ര തന്നെയാണ്, 100 മീറ്റർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇൻ വിച്ച് സിറ്റുവേഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലായ, അതായത് സ്ഥാനാന്തരവും ദൂരവും ഈക്വലായ സിറ്റുവേഷൻ ഏതാണ്? രണ്ടാമത്തെ സിറ്റുവേഷനാണ് അല്ലേ. രണ്ടാമത്തെ ഫിഗറിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയത്. ഒന്നാമത്തെ ഫിഗറിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെവ്വേറെ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫിഗറിന് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട സിറ്റുവേഷനും അനുസരിച്ച് നമുക്ക് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദി സെയിം ഡയറക്ഷൻ. അതായത് ഒരേ ദിശയിൽ ദിശ മാറാതെ നേർരേഖയിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നത് എങ്കിൽ ആ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, എപ്പോൾ മാത്രമേ ഒരു വസ്തുവിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്നുള്ളൂ? ആ വസ്തു നേർരേഖയിൽ സഞ്ചരിക്കണം, അതേപോലെ തന്നെ എന്തായിരിക്കണം, ഒരേ ഡയറക്ഷനും ആയിരിക്കണം, ദിശയ്ക്കും മാറ്റം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ടേബിൾ 2.2 ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്, അതായത് സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനി ഡിസ്റ്റൻസ് കനോട്ട് ബി 0, ഡിസ്റ്റൻസ് ഒരു കാരണവശാലും എന്താവില്ല, 0 ആവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവാം, 0 ആകാം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ദ ക്ലാസ് റൂംസ് ആൻഡ് സം അതർ ലൊക്കേഷൻസ് ഓഫ് എ സ്കൂൾ ആർ ഡെപ്പിക്റ്റഡ്. ഒരു സ്കൂളിലെ കുറച്ച് ലൊക്കേഷൻസും അതേപോലെ തന്നെ ക്ലാസ് റൂമുകളൊക്കെ ഒരു ഫിഗറിൽ, നമുക്കിവിടെ തന്നിട്ടുള്ള ഫിഗറിൽ ഡെപ്പിക്റ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ ഇൻ്റർവെൽ എ സ്റ്റുഡൻറ്റ് ഫ്രം ക്ലാസ് 9B വെൻറ്റ് ടു ദി സ്റ്റാഫ് റൂം. അതായത് 9B ക്ലാസ്സിലെ ഒരു കുട്ടി സ്റ്റാഫ് റൂമിലേക്ക് പോയി. ദ ചൈൽഡ് ദെൻ പ്രൊസീഡഡ് ടു ദി സ്റ്റാച്യു ഓഫ് ഫാദർ ഓഫ് ദി നേഷൻ. അതായത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി, ഫാദർ ഓഫ് നേഷൻ, അതായത് ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് അവിടെ, ആ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോയി. ഓക്കെ, ഇൻ ദി സ്കൂൾ ഗാർഡനിലാണ് ഇതുള്ളത്. ആൻഡ് റിട്ടേൺ ടു ദ ക്ലാസ് വയ സ്കൂൾ ഓഫീസ്, അതായത് സ്കൂൾ ഓഫീസ് വഴിയാണ് തിരിച്ചെങ്ങോട്ട് പോയത്, 9B ക്ലാസ്സിലേക്ക് പോയത്. അപ്പോൾ ഈ പാത്ത്, ഈ കുട്ടി ഫോളോ ചെയ്ത വഴി അനുസരിച്ച് താഴെ തന്നിട്ടുള്ള ടേബിൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ പാത്ത് ആദ്യം തന്നിട്ടുണ്ട്. വെൻ ദ ചൈൽഡ് റീച്ചസ് ദി കോറിഡോർ ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റാഫ് റൂം ഫ്രം 9B, 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെ കൊറിഡോർ വരാന്തയിലേക്ക് എത്തുന്ന സമയത്തുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും എത്രയാണ്? 15 മീറ്റർ ആണ്. ഓക്കെ, ഇനി വെൻ ദ ചൈൽഡ് റീച്ചസ് ദി ഗാർഡൻ നിയർ ദി സ്റ്റാച്യു ഓഫ് ദി ഫാദർ ഓഫ് ദി നേഷൻ ഫ്രം 9B വയ സ്റ്റാഫ് റൂം. അതായത് എന്താണ്, സ്റ്റാഫ് റൂം വഴി ഗാന്ധിജിയുടെ പ്രതിമ, അതായത് ഗാന്ധി സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ എത്താനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ 9B മുതൽ സ്റ്റാഫ് റൂം വരെ എത്രയാണ്? 15 മീറ്റർ ആണ്. ദെൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഗാന്ധി സ്റ്റാച്യു വരെ എത്രയാണ്? 70 മീറ്റർ ആണ്. അപ്പോൾ 70 + 15 എന്ന് പറയുന്നത് എത്രയാണ്? 85 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, നേർരേഖാ ദൂരമാണ്. അപ്പോൾ 9Bയിൽ നിന്ന്
ഗാന്ധി സ്റ്റാച്യു വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 60 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി വെൻ ദി ചൈൽഡ് റിട്ടേൺസ് ടു ക്ലാസ് 9B, 9Bയിലേക്ക് തിരിച്ചു പോകുമ്പോൾ സഞ്ചരിച്ച ആകെ ദൂരം, അപ്പോൾ 9Bയിൽ തുടങ്ങി ഇങ്ങനെ വട്ടം കറങ്ങി തിരിച്ച് 9Bയിലേക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ 9Bയിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? 15 മീറ്റർ ആണ്. അവിടെ നിന്ന് ഗാന്ധി സ്റ്റാച്യുവിനടുത്തേക്ക് സഞ്ചരിച്ചത് എത്ര മീറ്റർ ആണ്? 70 മീറ്റർ ആണ്. അവിടെ നിന്ന് ഓഫീസിനടുത്തേക്ക് സഞ്ചരിച്ചത് 80 മീറ്റർ ആണ്. ദെൻ അവിടെ നിന്ന് തിരിച്ച് 9B ക്ലാസ്സിലേക്ക് സഞ്ചരിച്ചത് എത്ര മീറ്റർ ആണ്? 15 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 180 മീറ്റർ ആണ്. അപ്പോൾ സഞ്ചരിച്ച ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 180 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഗാന്ധി സ്റ്റാച്യുവിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് 9Bയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 9Bയിൽ നിന്ന് സ്റ്റാച്യുവിലേക്കുള്ള ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിച്ചു പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? -60 മീറ്റർ ആയിട്ടാണ് നമ്മൾ എന്താക്കുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതൊരു ചിത്രം തന്നിട്ടുണ്ട്. വീണ്ടും ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ ചൈൽഡ്സ് പാത്ത് ഈസ് ഗിവൺ ഇൻ ദി ഫിഗർ. അതായത് ചിത്രത്തിൽ ഒരു കുട്ടി സഞ്ചരിച്ച പാതയാണ് അവിടെ തന്നിട്ടുള്ളത്. എ ചൈൽഡ് ട്രാവൽസ് ഫ്രം P ആൻഡ് റീച്ചസ് R ത്രൂ Q. ഓക്കെ, അതായത് Pയിൽ നിന്ന് തുടങ്ങി R എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q വഴി സഞ്ചരിച്ച വഴിയാണ് അവിടെ തന്നിട്ടുള്ളത്. Q എന്ന് പറയുന്ന പോയിന്റിലൂടെ സഞ്ചരിച്ച വഴിയാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻ 18 സെക്കൻഡ്. എത്ര സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചത്? 18 സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചത്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ചൈൽഡ് ടു റീച്ച് R ഫ്രം P ത്രൂ Q. അതായത് Qയിലൂടെ പിന്നെ R എന്ന് പറയുന്ന പോയിന്റിലെത്താൻ വേണ്ടി കുട്ടി സഞ്ചരിച്ച ആകെ ഡിസ്റ്റൻസ്, ആകെ ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, ഫിഗർ നോക്കിയാൽ കാണാം അല്ലേ. P മുതൽ Q വരെ എത്ര ഡിസ്റ്റൻസ് ആണ്? 40 മീറ്റർ ആണ്. Q മുതൽ R വരെ 50 മീറ്റർ ആണ്. സോ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ്? 90 മീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ചൈൽഡ് വെൻ ദ ചൈൽഡ് ട്രാവൽസ് ഫ്രം P ടു R ത്രൂ Q. അതായത് കുട്ടിയുടെ സ്പീഡ് Q വഴി Rലേക്ക് സഞ്ചരിച്ചപ്പോൾ കുട്ടിയുടെ സ്പീഡ്, വേഗത എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ്. അപ്പോൾ 90/18 എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്? കുട്ടിയുടെ സ്ഥാനാന്തരം എന്താണ്? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ആദ്യ സ്ഥാനവും മധ്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ സ്ഥാനം അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? P ആണ്. ഫൈനൽ പൊസിഷൻ R ആണ്. ഓക്കെ, അപ്പോൾ P മുതൽ R വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 72 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 72 മീറ്റർ ആണ്. അപ്പോൾ നോക്കാം, ഈ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് 72 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റും നടക്കുന്നത് എത്ര സമയം കൊണ്ട് തന്നെയാണ്? 18 സെക്കൻഡ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്, അതായത് 1 സെക്കൻഡ് സമയത്തുണ്ടായ സ്ഥാനാന്തരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട്, അതായത് ആ ഡിസ്പ്ലേസ്മെൻറ്റിനെടുത്ത ടൈം കൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 72 മീറ്റർ ആണ്. അതേപോലെ ടൈം എന്ന് പറയുന്നത് എന്താണ്? 18 സെക്കൻഡ് ആണ്. അപ്പോൾ 72/18 എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. ഈ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ഒരു യൂണിറ്റ് സമയമുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ നമ്മൾ എന്ത് എന്ന് പറയുന്നു? ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമെന്ന് പറയുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അല്ലേ. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവേഗമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, ഒരു സമവാക്യം ഉണ്ടാക്കണം അല്ലേ. വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ S ആണ്. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ T ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, V ഈസ് ഈക്വൽ ടു എന്താണ്? S/T ആണ്. ഓക്കെ,
ഇനി യൂണിറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററാണ്. അതേപോലെ ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റീൻ്റെ യൂണിറ്റിനെ എങ്ങനെ പറയാം? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കോളത്തിൽ എന്താണ് വെലോസിറ്റി എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടാണ്, എന്നാലും ഒന്നുകൂടി പറയാണ്. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് ഒരു സെക്കൻഡ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. അതിന് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, അളവും ദിശയുമുള്ള അളവുകളെയാണ് നമ്മളെന്ന് പറയുന്നത് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദി സെയിം. വെലോസിറ്റിയുടെയും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും, അതായത് സ്ഥാനാന്തരവും പ്രവേഗവും ഒരേ ദിശയിലാണ് സംഭവിക്കുക. ഓക്കെ, ഇനി യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആ വസ്തുവിന് സഞ്ചരിക്കുക അല്ലെങ്കിൽ ആ വസ്തു സഞ്ചരിച്ച പാതയെ ആശ്രയിച്ചിട്ടല്ല ഉള്ളത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പോയിൻറ്റുകൾക്കിടയിൽ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനുകൾക്കിടയിൽ ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ്. അത് എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി ബട്ട് ടു കാൽക്കുലേറ്റ് വെലോസിറ്റി ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ഷുഡ് ബി കൺസിഡേർഡ്. പക്ഷേ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, പ്രവേഗം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കാനെടുത്ത ആകെ സമയം നമ്മൾക്ക് കിട്ടണം. ഓക്കെ, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടണം? രണ്ട് പോയിന്റുകൾക്കിടയിൽ സഞ്ചരിക്കാനെടുത്ത സമയം കിട്ടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിനെ ആശ്രയിച്ചിട്ടല്ല ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്, പക്ഷേ എന്ത് കിട്ടണം? ടോട്ടൽ ടൈം കിട്ടണം. ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ടോട്ടൽ ടൈം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെലോസിറ്റി പറഞ്ഞതിൽ നിന്ന് നൗ ലെറ്റ്സ് കൺസിഡർ ദി ഡൗട്ട് റേസ്ഡ് ബൈ ദി ചൈൽഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ. അപ്പോൾ കുട്ടി, അതായത് ഈ പാഠം തുടങ്ങുന്ന സമയത്ത് ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. ആ ഡൗട്ടിൻ്റെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, എ ട്രെയിൻ ഓഫ് ലെങ്ത് 200 മീറ്റർ ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു ട്രെയിൻ, അതിന് എത്ര മീറ്റർ ലെങ്താണുള്ളത്? 200 മീറ്റർ നീളമാണുള്ളത്. അത് സഞ്ചരിക്കുന്ന വെലോസിറ്റി, അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദിസ് ട്രെയിൻ ടു ക്രോസ് എ സ്ട്രെയിറ്റ് ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 800 മീറ്റർ. അതായത് ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള പാലത്തെ കടക്കാനെടുക്കുന്ന ആകെ സമയം എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണം. അതായത് പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടി കൂട്ടുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ബ്രിഡ്ജും കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ ലെങ്ത് ഓഫ് ട്രെയിനും വേണം. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 800 മീറ്ററും ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 200 മീറ്ററുമാണ്. ഓക്കെ, എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ 1000 മീറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? V = S/T ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടൈം T = എന്താണ്? S/V ചെയ്താൽ മതി. അതായത് 1000നെ 20 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1000നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 50. അതായത് 50 സെക്കൻഡ്സ്, 50 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 800 മീറ്റർ നീളമുള്ള പാലത്തെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? വെറും 50 സെക്കൻഡാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി ചൈൽഡ് ഫ്രം P to Q ഇൻ ദി ഫിഗർ 2.4. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഫിഗറിലെ P മുതൽ Q വരെയുള്ള ആ കുട്ടിയുടെ സ്പീഡും വെലോസിറ്റിയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് ഇൻഫറൻസസ് ക്യാൻ യു ഡ്രോ ഫ്രം ദിസ്? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്?
അപ്പോൾ നമുക്ക് ആദ്യം സ്പീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, പി മുതൽ ക്യൂ വരെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 40 മീറ്റർ ആണ്. ദെൻ സഞ്ചരിക്കാനെടുത്ത ടൈം എന്ന് പറയുന്നത് എന്താണ്? 8 സെക്കൻഡാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 40/8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, ഇവിടെ പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 40 ആണ്. ടൈം എന്ന് പറയുന്നതും 8 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ 40/8 വെലോസിറ്റി എന്ത് തന്നെയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് എന്താണ് ലഭിക്കുന്ന ഇൻഫറൻസ്? എന്താണ് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്? എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഒരു നേർരേഖയിൽ ഒരേ ഡയറക്ഷനിലാണ് ഒരു വസ്തു ട്രാവൽ ചെയ്യുന്നത്, സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ സ്പീഡും വെലോസിറ്റിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെ എന്താണ്? സ്പീഡും വെലോസിറ്റി ഈക്വൽ അല്ലേ? സ്ട്രെയിറ്റ് ലൈനിലല്ലേ കുട്ടി സഞ്ചരിക്കുന്നത്? പി മുതൽ ക്യൂ വരെ എന്ന് പറയുന്നത് നേർരേഖയിലാണ്, സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ ഒരേ ഡയറക്ഷനിലാണ്, പി ടു ക്യൂ ഒരേ ഡയറക്ഷനിലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സ്പീഡും വെലോസിറ്റിയും ഈക്വലാണ് അല്ലെങ്കിൽ ഒരേപോലെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 32 രണ്ടാമത്തെ ചോദ്യം നോക്കാം. എ വെഹിക്കിൾ ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ. അതായത് 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി പ്രവേഗമുള്ള ഒരു വാഹനം നേർരേഖയിലൂടെ സഞ്ചരിച്ച് 400 മീറ്റർ ദൂരം കവർ ചെയ്യുന്നു. ഓക്കെ, 400 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഓക്കെ, ഈ 400 മീറ്റർ സഞ്ചരിക്കാൻ ഈ വാഹനം എടുത്ത സമയമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യം എഴുതാം. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? വി ഈസ് ഈക്വൽ ടു എന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വെലോസിറ്റി ആണ് തന്നത്. അപ്പോൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആവശ്യം അല്ലേ? അപ്പോൾ ഈ വാഹനം സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്, നേർരേഖയിലാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലാണ്. അതേപോലെ സഞ്ചരിക്കാനെടുക്കുന്ന ടൈം ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സ്പീഡും വെലോസിറ്റിയും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരുപോലെയാണ് ഉണ്ടാവുക. കാരണം ഈ ഒബ്ജക്റ്റ്, ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈം ടി ഈസ് ഈക്വൽ ടു എന്താണ്? S/V ആണ്. എസ് എന്ന് പറയുന്നത് 400 ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. അപ്പോൾ 400/25 400/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 സെക്കൻഡാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിള് 400 മീറ്റർ കവർ ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് എന്താണ്? 16 സെക്കൻഡാണ്. ഓക്കെ, അവിടെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 36 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 1 മിനിറ്റ്? അതായത് ഒരു 36 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ 1 മിനിറ്റ് സമയം കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, 1 മിനിറ്റിലുണ്ടാകുന്ന സ്ഥാനാന്തരം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കാം. വി വെലോസിറ്റി തന്നിട്ടുണ്ട്, പ്രവേഗം തന്നിട്ടുണ്ട്. എത്രയാണ്? 36 മീറ്റർ പെർ സെക്കൻഡാണ്. ടൈം 1 മിനിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ പ്രകാരം വി ഈസ് ഈക്വൽ ടു എന്താണ്? S/T ആണ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 36 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 36 × 60 എന്ന് പറയുന്നത് എന്താണ്? 2160. ഓക്കെ, അപ്പോൾ 2160 മീറ്റർ. വേണമെങ്കിൽ നമുക്കതിനെ കിലോമീറ്ററിലേക്ക് മാറ്റാം. 1000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. 2.16 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇത്ര വരെയാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.